പ്രിയപ്പെട്ടവരെ, ബി സ്കൂളും നമ്മുടെ എക്വിറ്റോറിയ ഗ്ലോബലും കൂടെ ഒരുമിച്ച് ബി സ്കൂളിൻ്റെ ഒരു പുതിയ കാൽവെപ്പ് ദുബായ് നോളജ് പാർക്കിൽ BBA എന്ന കോഴ്സിലൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡായി ബി സ്കൂളിൻ്റെ പ്രിയപ്പെട്ട ഡീൻ ഫൈസൽ സാറ് എന്താണ് പറയുന്നത് നോക്കാം. എക്സിക്യൂട്ടീവ് MBA പ്രോഗ്രാം നമ്മൾ 5-6 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ സിസ്റ്റത്തിന് മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഓപ്പറേഷൻ, IT, അതേപോലെ തന്നെ 5 വർഷത്തേക്ക് ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ്ങിലേക്ക് ഒരു കാലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ അവരെ IPOയിലേക്ക് പ്രേരിപ്പിക്കലും ഗ്ലോബലി ബിസിനസ് പോലെ അല്ലെങ്കിൽ കൺസോർഷ്യംസ് രൂപീകരിക്കലൊക്കെ ഞങ്ങൾ ആ പ്രോസസ്സിലൂടെ ചെയ്യാറുണ്ട്. നമ്മൾ അതിൽ മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യം, പല ബിസിനസ്സുകാർക്കും അവരുടെ ഒരു നെക്സ്റ്റ് മക്കളെ അതിലേക്ക് വാർത്തെടുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുകൾ കാണുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് യുണീക്ക് ആയിട്ടുള്ള ഒരു BBA പ്രോഗ്രാം ജൂനിയറിനും ബിസിനസ്സുകാരുണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ഏതൊരു രാജ്യക്കാരോ ഏതൊരു ജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട ആർക്കും അതിൽ ജോയിൻ ചെയ്യാം. കാരണം അതൊരു മൾട്ടി കൾച്ചറൽ ലെക്ചേഴ്സ് ആയിട്ട് ഇത് മാനേജ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു മൾട്ടി കൾച്ചറൽ, ഞങ്ങൾ ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്കയിൽ നിന്നും അതേപോലെ തന്നെ സൗത്ത് ഏഷ്യ, ഇന്ത്യ, ഇവിടുന്നെല്ലാം ശ്രീലങ്ക, ഇവിടുന്നെല്ലാം കുട്ടികളെ അട്രാക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കോളേജാണ് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ അതിലേക്ക് നിങ്ങളെല്ലാം ഹാർദവമായിട്ട് ക്ഷണിക്കുകയാണ്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, നിങ്ങളുടെ മക്കളെ ഇതേപോലെ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ്, മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഓപ്പറേഷൻ, IT ഈ ഭാഗങ്ങളിലേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് അവരെ ഇന്റേൺഷിപ്പോട് കൂടി അവരെ ഒരു 1-to-1 മെന്ററിങ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം. അത് പലപ്പോഴും പല യൂണിവേഴ്സിറ്റികളിലും ലാക്കിങ്ങിൽ ഒരു സാധനമാണ്. അവരാകെ ഒരുപക്ഷെ ഒരു ലെക്ചറർ വന്ന് ഒരു വർക്ക് കൊടുത്ത് അസൈൻമെന്റ് ചെയ്യിപ്പിക്കലാണ്. അതിനുപരിയായിട്ട് വളരെ ഇൻഡെപ്ത് ആയിട്ട് കുട്ടികളെ ഒരു 1-to-1 ഹെൽപ്പ് ചെയ്യുന്ന ഒരു BBA പ്രോഗ്രാം ആയിരിക്കും ഞങ്ങൾ കണ്ടക്ട് ചെയ്യുക. അതിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നത്. അത് ദുബായ് നോളജ് പാർക്കിലായിരിക്കും BBA പ്രോഗ്രാം ഞങ്ങൾ റൺ ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ബി സ്കൂൾ, എൻ്റെ ക്ലാസ്മേറ്റ്സുകൾ എന്താണ് അവരുടെ ബി സ്കൂൾ അനുഭവത്തെക്കുറിച്ച് പറയുന്നത് നോക്കാം. നിങ്ങൾ കുറെ ബി സ്കൂള് ഒരു കൊല്ലം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ടൂറ് പോകണം, നമ്മൾ കൺസോർഷ്യം ശരിക്കും പറഞ്ഞാല് ഭംഗി വാക്കുന്നല്ല. ബി സ്കൂൾ കൊണ്ട് ഏറ്റവും നല്ലൊരു നേട്ടം എന്റെ ജീവിതത്തിൽ ഞാൻ പിന്നെ നെഞ്ചിലെ തൊട്ട് പറയണത്, എനിക്ക് ബി സ്കൂൾ വിട്ട നേട്ടം ഏറ്റവും നല്ല സൗഹൃദങ്ങളാണ്. പിന്നെ രണ്ടാമതായി എനിക്ക് കിട്ടിയത്, ഞാൻ ബിസിനസ് ഒന്നും വേണ്ട, ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ചു നോക്കും. ഇന്നത്തെ ആ ഒരു കാലഘട്ടമായിരുന്നു ആ സമയം, ഇത്ര മതി. പക്ഷെ ഈ ബി സ്കൂളിൽ ചേർന്ന ശേഷം ബി സ്കൂളിൽ നിന്ന് പഠിച്ച പഠിപ്പ് അത് മാത്രമല്ല, കൂടെയുള്ള ആളുകളുണ്ട്. ഈ കൂടെയുള്ള ആളുകൾ എന്തൊക്കെ ചെയ്യണത്, എന്തൊക്കെ കാണുന്നു പറഞ്ഞപ്പോ നമ്മള് ഒന്നുമല്ലാതെ തോന്നിപ്പോയി. ഞാൻ വീണ്ടും ഇതിലേക്ക് ബിസിനസ് വീണ്ടും ഇറങ്ങുകയും മൂന്ന് അതായത് ഒരു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങി, പിന്നെ കട്ട ഫാബ്രിക്കിന്റെ വേറെ ബ്രാൻഡ് തുടങ്ങി, പിന്നെ ഒരു വാൾ പ്രിന്റ്, ഇങ്ങനെ 3 സംരംഭം എനിക്ക് തുടങ്ങാൻ കഴിയും. റിട്ടയർമെന്റ് പ്ലാനിങ്ങിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നെ ഞാൻ പിന്നെ എത്രയൊക്കെ മതി എന്നുള്ള തലത്തിൽ ഇപ്പോഴാണ് ബി സ്കൂളിൽ ചേരാൻ പറ്റിയതും. ബി സ്കൂൾ സത്യമാണ്, നിങ്ങൾക്ക് അറിയണമാണ്, ഞാനൊരു മാനിറ്റി കൊണ്ട് ബാങ്ക് ചെയ്തു, അതുപോലെ തന്നെ വാൾ പ്രിന്റ് കൊണ്ട് ബാങ്ക്, പിന്നെ അലയിലൂടെ വീണ്ടും ഒരു ഹൈപ്പർ മാർക്കറ്റ്, 3ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം കഴിഞ്ഞു. നമ്മളൊക്കെ ഒരു ക്ലാസ്മേറ്റ് ആണല്ലോ. 2 വർഷം ബി സ്കൂളിൽ 1 വർഷം പഠിച്ചു, നമ്മളെ എക്വിറ്റോറിയ വന്നു. നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ബി സ്കൂൾ കൊണ്ട് എന്ത് നേട്ടം ഉണ്ടായിരുന്നു? എടുത്തു പറയണേ, ഞാനും സിദ്ദിഖും ജാഷനും കൂടിയിട്ടാണ് ഉണ്ടായിരുന്നത്. ഞാൻ ആദ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ 2 കൂടിയിട്ട് അങ്ങനെ വന്ന് ജോയിൻ ചെയ്തു. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സൗഹൃദങ്ങൾ അത് എന്തായാലും നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കേണ്ട സാധനമാണെങ്കിൽ പോലും അതിന് കാരണം നമ്മളെ ഫസ്റ്റ് യാത്ര, 2ാമത്തെ യാത്ര, നമ്മളെ ക്ലാസ്സുകൾ, മറ്റുള്ള കാര്യത്തിലൊക്കെ നമുക്ക് കിട്ടുന്ന അറിവുകൾ അത് അവിടെ നിൽക്കട്ടെ. അത് കൂടാതെ നമ്മളെല്ലാവരും ഇപ്പോൾ മാനുട്ടിക്കാണെങ്കിലും നമ്മളാണെങ്കിലും കല്ലടയാണെങ്കിലും വിസ്മയാണെങ്കിലും നെല്ലറയാണെങ്കിലും അതേപോലെ അപ്പോട്ടക്കും മെഡോണും മുബീറിന്റെ സോനാസ് ടീമൊക്കെ ആരാണെങ്കിലും എല്ലാവരും സ്ട്രക്ചറൈസ് ചെയ്തിട്ട് കാലങ്ങളോളായിട്ട് ബിസിനസ് ചെയ്യുന്ന ടീമാണ്. ചെറിയ രൂപത്തിൽ വന്ന് അതൊരുപാട് നല്ല എന്താ പറയുക വെറൈറ്റീസ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ പുതിയ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ടീമാണ്. ഇതൊക്കെ അവനവൻ്റെ ഒരു സിസ്റ്റത്തിൽ കൊണ്ടുപോണ് ഓരോ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വെച്ച് അതിൽ വരായ്മകളൊക്കെ പഠിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പൊ ഇതിൽ പലതും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ഫാക്ടറുകളുണ്ട്. നമ്മൾ നോക്കാതെ അല്ലെങ്കിൽ നമ്മൾ കാണാതെ അല്ലെങ്കിൽ നമുക്ക് അറിവില്ലാതെ പോകുന്ന ഒരു സംഭവത്തിനെ ഒന്നും കൂടി സ്ട്രക്ചറൈസ് ചെയ്തിട്ട് അതിനൊരു പ്രൊഫഷണൽ വേയില്, അതിനെ വേറൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ സിസ്റ്റം എങ്ങനെ പോകണം ആ രൂപത്തിൽ, അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ കൺസോർഷ്യങ്ങളും വലിയ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ പോണ രൂപത്തിലേക്കുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്താൻ പറ്റുന്നുള്ള കുറെ ക്ലാസ്സുകൾ